ഇന്നലെ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ക്ലാസ് തുടങ്ങുമ്പോ തന്നെ, അത് മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഈ വേർഡിൽ നിന്ന് എന്ത് മനസ്സിലായി? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഫോർ എക്സാമ്പിൾ അത് വിട്. ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാ? ഒരു ഇലക്ട്രിക് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനെ നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇവിടെ. അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ മാഗ്നറ്റിന്റെ എന്തോരം സ്ഥലത്ത് അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഒരു അയൺ നെയിലോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യൂ? ഇല്ല. പക്ഷെ കുറച്ച് ഇവിടെയാണ് വെച്ചിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതായത് അടുത്തേക്ക് വരുന്തോറുമാണ് എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റീജിയണിൽ മാത്രം എന്തുണ്ടാവുള്ളൂ? ഒരു മാഗ്നറ്റിന്റെ അട്രാക്ഷൻ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള റീജിയൻ, അതിന്റെ എഫക്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ. ഇതൊക്കെ നമുക്ക് അടുത്ത വർഷം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്. അപ്പൊ വേർഡ് കേട്ടതായിട്ടെങ്കിലും ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ, അതിന്റെ ചുറ്റുമുള്ള ഒരു ചാപ്റ്റർ ആണ് മാഗ്നറ്റിസം ഒക്കെ. അപ്പോ എന്താ പറയാ, ഇതിന് ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അതുപോലെ തന്നെ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുക? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത് എന്തായിരിക്കും മീൻ ചെയ്യുക? ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന എർത്തിന് ചുറ്റുമുള്ള ആ ഒരു റീജിയൻ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയും. ഇനി ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റി, അതിനെ എന്തെന്നായിരിക്കും പറയാ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ നമ്മൾ ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇപ്പൊ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് എന്താ പറയാ, എർത്തിന് ചുറ്റും നമ്മളിപ്പോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാ? ഇറ്റ്സ് എ റീജിയൻ അറൌണ്ട് എർത്ത്. ആ ഒരു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ഇനി ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഞാൻ എന്തെങ്കിലും കൊണ്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിക്കാം, നമുക്കത് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിക്കാം. ആ ഒബ്ജക്റ്റിന് അപ്പൊ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ യൂണിറ്റ് മാസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ജസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് എ റീജിയൻ അറൌണ്ട് ദ ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. ആ ഒരു എർത്തിന് ചുറ്റുമുള്ള ആ ഒരു റീജിയൻ, ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അത്രേ ആലോചിച്ചാൽ മതി. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇപ്പൊ ഇതൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെങ്കിൽ ഇതിൽ ഞാൻ എന്തെങ്കിലും ഒരു ഈ ഒബ്ജക്റ്റ് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ എന്ത് എഫക്ട് ചെയ്യും? ഗ്രാവിറ്റി എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫക്ട് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഫോഴ്സ് എഫക്റ്റിംഗ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ യൂണിറ്റ് മാസ്. ആ ഒരു ഒബ്ജക്റ്റിനുള്ള ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതാം. അത് കഴിഞ്ഞ് ഇക്വേഷനിലേക്ക് എഴുതിക്കോ. ഫസ്റ്റ് ഞാൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എഴുതിയോ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത് gravitational field of earth is the space around earth where its gravitational influence felt. ഇനി അടുത്തത് എഴുതിക്കോ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. Intensity of gravitational field. It is the force experienced by the body. Of unit mass placed at that point. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉള്ള ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡി ഓഫ് യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതിന് ബ്രാക്കറ്റിൽ ഐ എന്ന് കൊടുക്കണേ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഐ.
ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് I is equal to F by M. ഓക്കെ, ഇനി I is equal to F by M എന്ന് എഴുതി നമ്മൾ. F എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താന്ന് മനസ്സിലായല്ല, എർത്തിന് ചുറ്റും ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയൻ, അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. അവിടെ കൊണ്ട് ഒരു യൂണിറ്റ് മാസുള്ള ഒബ്ജക്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ആ ഫീൽഡിൽ ഒരു ഒബ്ജക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇന്റൻസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുക. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെർ യൂണിറ്റ് മാസ്. ഓക്കെ, ഇനി ഇവിടത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ രണ്ട് ഒബ്ജക്ട് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പഠിച്ചത്? Gmm/r². I is equal to Gm/r². ഇതെന്താ? I is equal to Gm/r² എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈക്വൽ ടു നമുക്ക് എന്താന്ന് പറയാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് സർഫസിലുള്ള ഇപ്പൊ ഒബ്ജക്ട് ഇരിക്കുന്നത് സർഫസിലാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ഒബ്ജക്ട് ഇരിക്കുന്നു, ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പൊ ഒബ്ജക്ട്, അപ്പൊ നിങ്ങൾ ചോദിക്കായിരുന്നു ഒബ്ജക്ട് വെക്കുന്നത് സർഫസിലാണെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട് നമ്മൾ സർഫസിലാണ് കൊണ്ടേ വെച്ചിരിക്കുന്നതെങ്കിൽ അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്തിനോട് ഈക്വൽ ആവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനോട് ഈക്വൽ ആവും. അപ്പൊ ഇക്വേഷൻ ഇതാണ് മെയിൻ ഇക്വേഷൻ. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഒബ്ജക്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് സർഫസിലാണ്, എർത്തിന്റെ സർഫസിലാണെങ്കിൽ അവിടുത്തെ ഇന്റൻസിറ്റി എന്തിനോട് ഈക്വൽ ആവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനോട് ഈക്വൽ ആവും. അപ്പൊ ഈ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലായി ഇത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. G is equal to 9.8 meter/second² എന്ന് എഴുതി പഠിച്ചിട്ടുണ്ടാവും. ഇത് അറിയാൻ പറ്റത്തില്ല. എങ്ങനെ? അങ്ങനെ പറയാം. mg എന്ന് പറഞ്ഞാൽ നമുക്ക് g കിട്ടും. ഇതിപ്പോ ഞാൻ അത് പറയണതിന് മുമ്പ് നമ്മളൊരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലേക്ക് കൊണ്ടുവരണ്ടേ? നീ ഓക്കെ, നിനക്കത് ഓൾറെഡി അറിയാം. ആ ഒരു ഇതിലാ നീ പറയുന്ന F is equal to അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോ ഫോഴ്സിന്റെ കേസ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് കാണിക്കണമല്ലോ. ജനറലി ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞ പോലെ F equal to mg എടുക്കും. ക്യാപിറ്റൽ ആർ എഴുതിയാൽ മതി. ക്യാപിറ്റൽ ആറാ പഠിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതണം. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത്. Intensity of gravitational field near the surface of the earth is equal to the acceleration due to gravity at the place. Intensity of gravitational field near the surface of the earth is equal to the acceleration due to gravity at the place. ഓക്കെ, അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഫീൽഡ് എന്താന്ന് മനസ്സിലായി? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മനസ്സിലായില്ല? നേരത്തെ കണ്ടിന്യൂഷൻ ഒന്നും വേണ്ട, ഇതൊക്കെ പുതിയ ടോപ്പിക്കാ, പെട്ടെന്ന് മനസ്സിലാവും. ഇക്വേഷൻ മാത്രം. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ F/m. ഇതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. ഇതിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പഠിപ്പിച്ചത്. വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്തും ഹൈറ്റും, അതാണ് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെറിയ ചെറിയ മാർക്കിന് വല്ലതേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ. വാട്ട് ഇസ് എ പൊട്ടൻഷ്യൽ? ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിരിക്കും പഠിച്ചേക്കണത്. 10th പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താന്ന് പഠിച്ചിട്ടുണ്ട്, ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പഠിച്ചിട്ടില്ല, ശരി, അത് പഠിച്ചിട്ടില്ല, അത് ഇപ്പോഴാണ് പഠിക്കുന്നത്. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചതാ. പറയും പൊട്ടൻഷ്യൽ എന്താ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താന്ന് പഠിച്ചതാ 10th. ആലോചിച്ച് പറഞ്ഞാൽ മതി. 10th ഇലക്ട്രിസിറ്റിയുടെ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നോ, അതിൽ പഠിച്ചതാ. നല്ല ചാപ്റ്റർ. റെസിസ്റ്റൻസിന്റെ ഇക്വേഷനും റെസിസ്റ്റീവ് ഓംസ് ലോ ഒക്കെ പഠിച്ച ചാപ്റ്റർ ഇല്ലേ? ഇപ്പൊ ഓർമ്മ വന്നാ? ഓംസ് ലോ പഠിച്ച്, റെസിസ്റ്റിവിറ്റി പഠിച്ച്, റെസിസ്റ്റൻസ് പഠിച്ച്, അന്നാമത് തീരുമാനിച്ചതാ നെഗറ്റീവ് പറയത്, ഓപ്പോസിറ്റ് പറയത്, മിണ്ടാതിരുന്നോളാം. ഓക്കെ, പഠിച്ചില്ലെന്ന് നീ പറഞ്ഞതാ ഇപ്പൊ. ആ, ഓംസ് ലോ ഒക്കെ പഠിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താന്ന് പഠിച്ച്. ആരോണ്ട് അങ്ങനത്തെ കാര്യമായിട്ടൊരു ബന്ധമേ ഇല്ലെന്നൊന്നും ഞാനൊന്നും അല്ലേ. എന്താ പഠിച്ച? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ആരെങ്കിലും പറയാൻ ചാൻസ് ഉണ്ടാ? ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം, കേട്ട് പരിചയമുണ്ടാ നോക്ക്. amount of work done to bring a body of unit positive charge from infinity to given point. പഠിച്ചിട്ടില്ല? ഭാഗ്യം. പൊട്ടൻഷ്യൽ ആണ് പഠിച്ചേക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നോക്കിയതാ, സ്റ്റേറ്റ്മെന്റ് തന്നെ പഠിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള വേർഷൻ ഇല്ല, ഇതേ സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്ത പോലെ എഴുതി വെച്ചാലേ 10th നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളായിരുന്നു. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ amount of work done to bring a unit positive charge. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, അതെങ്കിലും ഓർമ്മ കിട്ടോ നോക്കട്ടെ. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഒരു ചാർജ് ഇരിക്കണേന്ന് വിചാരിക്കുക, പ്ലസ് ക്യൂ, ഒരു ചാർജ് അവിടെ ഇരിക്കണേന്ന് വിചാരിക്കുക. ആ ചാർജ് ദൂരെയാണ് ഇരിക്കുന്നത്, ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എവിടെ ആയിരിക്കും? ഈ റീജിയനിലായിരിക്കും ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ റീജിയനിലേക്ക് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത്, ഈ പോയിന്റ് എയിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് എനിക്കൊരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ദൂരെ ഇരിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വാന്ന് വിളിച്ചാ വരും, ശരിയാ. ഇവിടെ എന്നിട്ട് വരാൻ പറഞ്ഞാൽ വരും. എന്ത് ചെയ്യണം? വർക്ക് ഡൺ ചെയ്യണ്ടേ? വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? amount of work done to bring a unit positive charge from infinity to given point. ഇൻഫിനിറ്റിയിൽ നിന്ന് ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊട്ടൻഷ്യൽ എന്ന് പറയാം. അതേ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും പറയാം. ഞാൻ ഓർത്തപ്പോ 10th പഠിച്ച കാര്യം പറഞ്ഞിട്ട് അറിയാമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാമല്ലോ എന്ന് ഓർത്താ പറയാം, പക്ഷെ അതറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാ. ഇറ്റ് ഇസ് amount of work done to bring a unit mass, അതായത് യൂണിറ്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടത്തെ ഗിവൻ പോയിന്റ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എർത്ത് ഉണ്ടാവും. ഇപ്പൊ ഇത് എർത്ത് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എർത്തിന്റെ റേഡിയസ് എന്താ? ക്യാപിറ്റൽ R ആയിട്ട് എടുത്ത് അല്ലെ? ആരോണേ നീ പറഞ്ഞടാ, ഈ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? ഇക്വേഷൻ പറഞ്ഞാൽ മതി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? mg. അപ്പൊ ഫോഴ്സാ, വെയിറ്റാ? പറ, പോരട്ടെ, ½ mv². പോടാ, കൈനറ്റിക്. എന്റെ ദൈവം, ഞാൻ എന്ത് പറഞ്ഞത് വിശ്വസിക്കോ? ½ mv² എന്താ? കൈനറ്റിക് എനർജി അല്ലേ? മിസ് ചതിക്കോന്ന് ഞാൻ ഓർത്തില്ലെന്ന് ഞാൻ പറയുന്നത്. ഒന്ന് ഹെൽപ്പ് ചെയ്യുമോന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ ചതിച്ചെന്ന്. പറ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? ഫ്രണ്ട് പോലും ഹെൽപ്പ് ചെയ്യാനല്ല, തിരിഞ്ഞു പോലും നോക്കണല്ലോ. ബുക്കിലൊന്നും ഇല്ല, പക്ഷെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചല്ലേടാ. നിക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാം നമുക്ക്. അവൻ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇപ്പൊ 11th വരെ ഫിസിക്സ് പഠിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഇതെന്താ സാധനോടാ? എടാ മിണ്ടരുത്, നീ ഇനി മിണ്ടരുത്. gm/r². അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? ഓ, നിങ്ങള് ജി എന്ന് പറഞ്ഞ് പഠിച്ചത് ജി എന്ന് തന്നെ പറയണോ അല്ലേ? സോറി ട്ടാ, ഇത് ജി ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മനസ്സിലായ? ഓക്കെ, ഇനി മറന്നു പോരുത്. ജിയുടെ വാല്യൂ അറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഫ്രെയിം ചെയ്ത് പഠിച്ചേക്കുന്നത് എല്ലാരും. ജിയുടെ വാല്യൂ 9.8. ഇക്വേഷൻ എന്താ? gm/r². ചുമ്മാ ഞാൻ ജസ്റ്റ് ചോദിച്ചതാ, ഭാഗ്യം ചോദിച്ചത് നന്നായി. ഓക്കെ, അപ്പൊ ഇതാണ് എർത്ത്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ സാമിനോട് ചോദിക്കാം കേട്ടോ, വിഷമിക്കണ്ട. ഓക്കെ, അപ്പൊ എം, ഒരു എർത്ത് നമ്മൾ കൺസിഡർ ചെയ്തു. എർത്തിന്റെ റേഡിയസ് R, മാസ് M. നീ ഉറക്കം വരില്ല, അതാ നിന്നോട് തന്നെ ചോദിച്ചത്. മാസ് M. ഇനി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എവിടെ ആയിരിക്കും ഇതിന്റെ?
ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താ ഡിഫൈൻ ചെയ്ത? അക്സ പറയും. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താ ഡിഫൈൻ ചെയ്ത? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരും ഉറങ്ങൂല. അവസരം തരാം കേട്ടോ, പേടിക്കണ്ട. സ്പേസ് അറൌണ്ട് എർത്ത് വേർ ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഫെൽറ്റ്. അതായത് എർത്തിന്റെ അറൌണ്ട് ഉള്ള ഒരു റീജിയൻ, അതായത് ഗ്രാവിറ്റേഷണൽ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഏത്? ഒരു പർട്ടിക്കുലർ ഫീൽഡ് ആയിരിക്കും, അവസാനം വരെ ഉണ്ടാവത്തില്ല. എടാ അതാ ഞാൻ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിനക്ക് മനസ്സിലായി. ഇപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ ഉണ്ട്. എസ്കേപ്പ് വെലോസിറ്റി അത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാന്ന് എനിക്ക് പഠിച്ചിട്ടുണ്ട്. ചാപ്റ്റർ കഴിഞ്ഞല്ലേ ഗ്രാവിറ്റേഷൻ സ്കൂളിൽ കഴിഞ്ഞിട്ട്. എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ പറയുമ്പോൾ മനസ്സിലായി. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന്, അത് അടുത്ത ടോപ്പിക്ക് എന്തായാലും ജസ്റ്റ് പറയാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. അതിനാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫീൽഡ് ഇതിന്റെ റീജിയനിൽ തന്നെ നിൽക്കും. അതിൽ നമുക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി വേണം. ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്, എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എർത്തിന് ചുറ്റും നിന്ന് സർക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാറ്റലൈറ്റ്സിനൊക്കെ ഉള്ള വെലോസിറ്റി. പക്ഷെ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, എസ്കേപ്പ് ചെയ്യണം, അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. പറഞ്ഞു തരാം, ഞാൻ അത് എടുക്കുമ്പോൾ പറയാം. ഫുള്ള് കൺഫ്യൂഷൻ ആക്കണം. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കുക. പൊട്ടൻഷ്യൽ എന്താന്ന് പറയും? പൊട്ടൻഷ്യൽ അപ്പൊ എന്താ മീൻ ചെയ്യുക? പൊട്ടൻഷ്യൽ മറ്റേത് ഞാൻ പറഞ്ഞു, ഒരു ചാർജ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയനിലേക്ക് നമ്മൾ വേറെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ചെയ്യണം. ഓക്കെ, സാമിന് ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണേ, അവന്തിക പറയണോ കേട്ടാ. നമ്മൾ വർക്ക് ഡൺ ചെയ്താലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എന്താ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്? ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അത്രയും ചിന്തിച്ചാൽ മതി. ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് ദൂരെ ഇരിക്കുന്ന ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒബ്ജക്റ്റിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു വർക്ക് ഡൺ നമ്മൾ പറയുന്ന പേരാണ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. ഗിവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് എടുക്കാം. അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വരുന്ന ഒരു പോയിന്റ്, ഇതാണ് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വരുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വർക്ക് ഡൺ, അതിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ആദ്യം ഫിഗർ വരച്ചിട്ട് നമുക്കൊന്ന് ഡെഫിനിഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. അത് എന്താന്ന് എഴുതിയോ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. It is the amount of work done to bring a body of unit mass from infinity to given point. ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ് എഴുതിയ. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഫിനിറ്റി എന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റിയിൽ നിന്ന് ഗിവൻ പോയിന്റിലേക്കാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇതെന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഞാൻ h ആയിട്ട് എടുത്ത്. ഓക്കെ, അതായത് ഇത്രയും ഡിസ്റ്റൻസ് h, എർത്തിന്റെ റേഡിയസ് r. ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ലെറ്റർ r വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോയി. ഫിഗർ കറക്റ്റ് ആയ? ഈ ചെറിയ റൗണ്ട് എന്താ? ഈ ചെറിയ സർക്കിൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്ന? എർത്തിന്റെ റേഡിയസ് r, മാസ് m. ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലായിട്ട് a എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ h ആയിട്ട് എടുത്തേക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r is equal to r plus h. ഓക്കെ, ഇത് തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ ലെറ്റർ r ആയിട്ട് എടുത്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒബ്ജക്റ്റ് ഉണ്ട്. യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 കിലോഗ്രാം. യൂണിറ്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ബി എന്ന് എന്തെങ്കിലും കൊടുക്കുക. യൂണിറ്റ് മാസ് 1 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ച്. ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ്. നോക്കിക്കേ, ആരോൺ ഉറങ്ങല്ലേ? ടു ബ്രിങ് എ ബോഡി ഓഫ്
യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരണം, ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരണം. എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വർക്ക് ഡൺ ചെയ്യാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അറിയോ നിങ്ങളില്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിച്ചപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇതും പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. സോറി, അതും പഠിച്ചിട്ടില്ല. ഉണ്ട് കേട്ടോ, 10th പഠിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം അതെ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുള്ളതാ ഇക്വേഷൻ. ഓക്കെ, V is equal to W/Q പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. ഞാൻ വേണ്ട ടെക്സ്റ്റ് കാണിച്ചു തരാം. ഉണ്ട്, മറന്നുപോയതായിരിക്കും, വിട്ടേക്കാം. ഓക്കെ, ഇനി ഇപ്പൊ 10th കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായില്ലേ, അതുകൊണ്ട് മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. വർഷങ്ങളായതുകൊണ്ട് മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചത്, അതുകൊണ്ട് കിട്ടും. അപ്പൊ V is equal to W/Q അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല. സോറി, മൈ മിസ്റ്റേക്ക്. പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അപ്പൊ എന്താ? വി ആണ് പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജി എന്ന് പറഞ്ഞു കൊടുക്കാം. ജി എന്താ? ഗ്രാവിറ്റേഷണൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതിനിപ്പോ ആരെയും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, വർക്ക് ഡൺ കൺസിഡർ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഒരു ചെറിയ വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ചെറിയ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ DW ഈക്വൽ ടു, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആർക്ക് വേണം? നന്ദന തന്നെ പറഞ്ഞോളൂ. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. വർക്ക് ഡൺ ചെയ്താലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്വേഷൻ പറയാതെ നടക്കില്ല. F/S. കറക്റ്റ് ആയി, ഭാഗ്യം. F/S, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഞാൻ ഇവിടെ അപ്പൊ നമ്മൾ ചെറിയൊരു വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്തത്. എന്താടാ പറഞ്ഞു? അതാ പറഞ്ഞ, ഒരു ചെറിയ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്തത്. റേറ്റ് എടുക്കാനാണ്, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ ആദ്യം തന്നെ ഇന്റഗ്രേഷൻ എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചോ, സർപ്രൈസ് ആക്കി വെക്കാന്ന് വിമല് കുളവാക്കി. ഓക്കെ, F/S ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ, അതായത് ദൂരെ നിന്ന് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ വർക്ക് ഡൺ കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ കണ്ട, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഞാൻ ഇന്റഗ്രേഷൻ പഠിപ്പിച്ചായിരുന്നു. നമ്മളിപ്പോ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഒക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഞാൻ എന്താ ആരോടാ ചോദിക്കണല്ലേ? വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഓർമ്മയുണ്ട്. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് പഠിച്ചപ്പോഴത്തേക്ക് അതെ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഒക്കെ നമ്മൾ വരച്ചു പഠിച്ചായിരുന്നു. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഇങ്ങനെ ഓരോ ഓക്കെ വരച്ച് കാണിക്കണം. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് പഠിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, ഫോഴ്സ് ഓരോ പോയിന്റിലും ഫോഴ്സ് എന്ത് ചെയ്തോണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ടോട്ടൽ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിലും ഫോഴ്സ് എന്ത് ചെയ്തോണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ വർക്ക് ഡണ്ണും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതിന് പകരമായിട്ട് സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ DW ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ ബാക്കി കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ്, അത് വിടും. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഈ കേസിലെ ഫോഴ്സിന്റെ ഇക്വേഷൻ GMM/r². ഏതൊക്കെയാ രണ്ട് ഒബ്ജക്റ്റ്? ഇപ്പൊ MM എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. MM എന്ന് പറയുമ്പോ ക്യാപിറ്റൽ M ആരുടെ മാസാ? എർത്തിന്റെ മാസ്. സ്മോൾ ലെറ്റർ M ആരുടെ മാസാ? ഒബ്ജക്റ്റിന്റെ മാസ്. ആ ഒബ്ജക്റ്റിന്റെ മാസ് നമ്മൾ യൂണിറ്റ് മാസ് ആയിട്ടല്ലേ എടുത്തേക്ക. യൂണിറ്റ് മാസ് മീൻസ് 1 കിലോഗ്രാം അല്ലേ അത്? അപ്പൊ ഇക്വേഷൻ എന്താവും? F is equal to GM/r². അത് പറയാൻ പോണേ, നോക്കിക്കോ. R². ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പോയിന്റിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക അല്ലെ? അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോ എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോ എന്ത് വരും? ഈ പോയിന്റ് എന്ന് പറയുമ്പോ എർത്തിന്റെ റേഡിയസ് 6, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ എടുത്തേക്കുന്നത്? H. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? R+H എന്ന് എഴുതാം. R+H നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത്? സ്മോൾ ലെറ്റർ R. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സംശയം വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. നമ്മൾ സാധാരണ ഇപ്പൊ എർത്തും അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പോയിന്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമുക്ക് F is equal to GMM/R² എഴുതിയാൽ മതി. ഇപ്പൊ നമ്മൾ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ആലോചിക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എർത്തിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആലോചിക്കുക. എർത്തിന്റെ റേഡിയസ് 6, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് H. അപ്പൊ ടോട്ടൽ R+H ദ ഹോൾ സ്ക്വയർ. ആ R+H നമ്മൾ എന്ത് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? സ്മോൾ ലെറ്റർ R വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to GM/R². ഓക്കെ, ഫോഴ്സ് കിട്ടി. അപ്പൊ DW ഈക്വൽ ടു ഫോഴ്സ് എന്താ കിട്ടിയത്? GM/R² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന് ഞാൻ DR ആയിട്ട് എടുക്കണേ. നമ്മൾ ഡിസ്റ്റൻസ് R ആയിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ DR ആയിട്ട് എടുത്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം.
ഇന്റഗ്രേറ്റിംഗ് ഫ്രം എവിടെ തൊട്ട് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്ന് എ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6. ആ ഡിസ്റ്റൻസ് എവിടെ വരെ? 6 വരെ ഡിസ്റ്റൻസ്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫ്രം ആർ ടു ഇൻഫിനിറ്റി വരെ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ടു ആറിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഡി ഡബ്ല്യു ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ജി എം ബൈ ആർ സ്ക്വയർ ഡി ആർ. ഏതഫ്? ഏത്? ഫോഴ്സ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ. ആ ഇതാണ് പറയുന്നത്. എഫ്. എഫ് എന്താ? ഫോഴ്സ്. ഫോഴ്സ് എന്ത് ഫോഴ്സാ? പറയ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? ആലോചിച്ച് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ആ സ്മോൾ ജി അല്ല, വരട്ടെ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാ, മനസ്സിലായി? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, അതിലേക്കാ വരുന്നത്. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എടുക്കണത് വരെ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത് 6 ആയിട്ട് എടുത്തു. സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജി എം ബൈ ആർ സ്ക്വയർ. എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. സർഫസിലുള്ളത്. ഓക്കെ, സർഫസ് എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ അല്ലേ? അപ്പൊ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ വരും? ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. നോട്ട് പറഞ്ഞല്ലേ ഞാൻ? എഴുതിക്കോ. എടാ ഇത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇവിടെ പോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരെ കാണോ? ഓക്കെ, കുഴപ്പമില്ല. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്യാം. എഴുതല്ലേ? അതോടെ എഴുതിയിട്ട് നോക്കാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു എന്തായിരിക്കും? ഏതിന്? ആ ഇവർക്ക് കാണും. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു എന്തായിരിക്കും? നമ്മുടെ എയിം എന്താ? ടോട്ടൽ വർക്ക് ഡൺ കാണാം. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എമൗണ്ട് ഓഫ് വർക്ക് ഡൺ അല്ലേ? അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കുന്ന അർത്ഥം? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. വി ഇസ് ഈക്വൽ ടു. ഇനി ഇവിടെയാണ് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഏരിയ, അത് ശ്രദ്ധിക്കുക. ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ല, അതെനിക്കറിയാം. എന്നാലും ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്റഗ്രേഷൻ. നമുക്ക് ഫിസിക്സിൽ ത്രൂ ഔട്ട് അത് മതി എന്നാ ഞാൻ പറഞ്ഞത്. എന്താ? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ. എന്താ? അത് മാത്രം മതി നമുക്ക് തൽക്കാലം. അത് മാത്രം മതി. എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അത് മാത്രം മതി. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എന്താ കിടക്കുന്നത്? നന്ദന പറയും. വിത്ത് റെസ്പെക്ട് ടു ഡി ആർ അല്ലേ? അപ്പൊ ഡി ആർ എന്ന് പറയുമ്പോ ഏത് ടേമിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? അക്സ പറയും. ഡി ആർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ഇവിടെ. നന്ദന അതിനൊരെണ്ണം പറഞ്ഞ് ഡി ആർ. ഇനി അടുത്തത് വിത്ത് റെസ്പെക്ട് ടു. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഡി ആർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ എക്സാമ്പിൾസ് കാണിച്ചു തന്നതായിരുന്നു. എക്സ് സ്ക്വയർ ഡി എക്സ് അങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണെങ്കിൽ ഏത് ടേമിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യണം? എക്സിനെ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ഡി ആർ ആണെങ്കിൽ ഏത് ടേമിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യണം? ആറിന്റെ ടേമിനെ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം എന്താവും? കോൺസ്റ്റന്റ് ആവും. അപ്പൊ അതെന്ത് ചെയ്യുക? അത് പുറത്തേക്ക് എടുക്കുക. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്ത് ജി എമ്മിനെ പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ളത് r⁻² dr. ഓക്കെ, r ജസ്റ്റ് ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന r⁻² എന്ന് എഴുതി. ഇനി വാട്ട് ഇസ് ദ ഇന്റഗ്രൽ ഓഫ് r⁻²? r⁻²ന്റെ ഇന്റഗ്രൽ എന്താ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഇന്റഗ്രൽ ഓഫ് r⁻², നമ്മുടെ ആരോൺ പറയും. r⁻² പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1. അപ്പൊ എന്ത് വന്നു? r⁻1 ബൈ -1. ഓക്കെ, ഇത്ര എഴുതിക്കോ, അല്ലെങ്കിൽ ഇനി പോകും കണ്ട. ഇനി അവർക്ക് കാണത്തില്ല. അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഇത് ചോദിക്കും കേട്ടാ, ഇത് എക്സാമിന് ചോദിക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ചോദിക്കും, പൊട്ടൻഷ്യൽ എനർജിയും ചോദിക്കും. 2 or 3? 3 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അത് സിമ്പിൾ അല്ലേ? അത് ഡിഫൈൻ ചെയ്യാ എഴുതാ. നിങ്ങൾ എഴുതി വന്നപ്പോ കുറച്ചായിട്ടുണ്ട്. ഒരു പേജ് ആയോ? അത് എഴുതി വന്നപ്പോ ഇല്ലല്ലോ. കുഴപ്പമില്ല, ഇവിടെ എങ്ങോട്ടേലും ഓർത്താ മതി.
ഇവിടെ സിമ്പിളാ, നമ്മുടെ ടോപ്പിക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോ ആലോചിക്കാം. ഇനി പൊട്ടൻഷ്യൽ മറന്നു പോവോ? മറന്നു പോവെങ്കിൽ കൊള്ളാം. മറന്നു പോവുമായിരിക്കും, എനിക്കറിയത്തില്ല. മറന്നു പോകുന്നല്ലേ പറയാൻ പോണത്. കുഴപ്പമില്ല. അടുത്ത ട്വൽത്തില് പഠിക്കുമ്പോഴത്തേക്കും 12th സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു എന്താ പറയാ വലിയ ചാപ്റ്റർ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ചാപ്റ്റർ തുടങ്ങണ ആരാണോ അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഇസ് പൊട്ടൻഷ്യൽ, അതിൽ നിന്ന് ആ ചാപ്റ്റർ തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10th പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ നമുക്കൊരു ഓർമ്മ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എവിടെന്നാ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ്മെന്റ് എഴുതിയ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൺസിഡർ, ഇവിടെ തുടങ്ങിക്കോ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതൊക്കെ ഒന്നും നമുക്ക് വേണ്ട. അത് ഞാൻ നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നതാ. അതായത് അപ്പൊ നീ എഴുതിക്കോ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണം, എന്നിട്ട് വേണം ഫോഴ്സ് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഒരു മിനിറ്റ് എഴുതല്ലേ. നിങ്ങൾ എഴുതിയാ? നീ ഉറങ്ങിക്കോ, ഇനി എഴുതിക്കഴിഞ്ഞ ഞാൻ പറഞ്ഞുതരാം. എഴുതിയവര് കുഴപ്പമില്ല, ഞാൻ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിലൊന്നും എഴുതും. അല്ലെങ്കിൽ സാം എഴുതിയെങ്കിൽ കുഴപ്പമില്ല, അവന്തിക എഴുതിയാലും പ്രശ്നമില്ല. എഫിന്റെ ഇക്വേഷൻ അക്സ പറയാം, അപ്പൊ നമുക്ക് പഠിച്ചെഴുതാം. എഫിന്റെ ഇക്വേഷൻ gmm by r സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആർ സ്ക്വയറിന് വരെ എന്തെന്ന് എഴുതാം, r plus h the whole square. പിന്നെ സെക്കൻഡ് ബോഡിയുടെ മാസ് എന്ന് പറയുമ്പോൾ എന്താ, യൂണിറ്റ് മാസാ 1 കിലോഗ്രാം ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പിന്നെ അതുപോലെ തന്നെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കാം, r plus h equal to സ്മോൾ ലെറ്റർ r. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫിന്റെ ഇക്വേഷൻ f is equal to gm by r സ്ക്വയർ. അത് കൊണ്ടുവന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dw is equal to f into dr. എഫിന്റെ വാല്യൂ dw equal to gm by r സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഇല്ല, അങ്ങനെ പോകത്തില്ല. ഡി ആർ പോകത്തില്ല. ഡി ആർ നമ്മൾ ഡിസ്റ്റൻസ് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്ത് അതിനെ തമ്മിൽ കളയാൻ പറ്റില്ല. ആറാണെങ്കിലല്ലേ കളയാൻ പറ്റുള്ളൂ. ഇന്റഗ്രൽ ഓഫ് എന്താടാ 10th മാർക്കാ ചോദിച്ചത്? ഇപ്പൊ പിന്നെ എങ്ങനെ ടൈം കിട്ടാനാ? ഭയങ്കര ബിസിയാണ് അല്ലേ? അതാ 12th വാങ്ങിക്കാളല്ലേ? വേഗം എഴുത്, എല്ലാരും വാങ്ങിക്കണോണ്ടാ. അന്നേരം ആ സൈഡിലേക്ക് നോക്കണില്ലല്ലോ. ഉറങ്ങാൻ പാടില്ല. ആരോൺ ഇരിക്കണ കണ്ടില്ലേ? ആരോണാണ് വലിയ എക്സാമ്പിള്. ആരോൺ ഇങ്ങനെ ഉറങ്ങുമെങ്കിലുള്ള ഫൈനൽ എക്സാമിന് ആരോൺ ഫുൾ മാർക്ക് വാങ്ങിക്കും അല്ലേ? സാം ഉറങ്ങി പോരുതട്ടാ. നല്ല ഒച്ച ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അവന്തിക അവിടെ തന്നെ ഉണ്ടല്ലോ, ക്യാമറ ഓൺ ചെയ്തേ. എന്താടാ കാണുന്നില്ലേ? ആ ഓക്കെ, കുഴപ്പമില്ല. സാം എഴുതി കഴിയുമ്പോ പറയണേ. ബാക്കിയുള്ളവരങ്ങ് കണ്ടിന്യൂ ചെയ്തേ. r⁻² ഇന്റഗ്രേറ്റ് ചെയ്തേ. അത് നമ്മുടെ ആരോൺ ഓൾറെഡി പറഞ്ഞത്, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. കഴിഞ്ഞ് വേഗം ചെയ്തോ. ആ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പറഞ്ഞല്ലേ? നോക്കട്ടെ. ലിമിറ്റ് കൊടുത്താ നീ? ലിമിറ്റ് അപ്ലൈ ചെയ്താ കൊണ്ടേ?
മൈനസ് ചെയ്യാൻ ബൈ ആറ് കിട്ടൂടാ. അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താലും നമ്മൾ ആറിനല്ലേ കൊടുക്കുള്ളൂ. മനസ്സിലായ? അത് പറഞ്ഞുതരാം ഞാൻ. അത്രയും കിട്ടിയല്ല ഭാഗ്യം, വലിയ കാര്യം. അക്സ എഴുതി കഴിഞ്ഞ അത്രയും? എന്തേ ഇച്ചിരി കൺഫ്യൂഷനാണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് കിട്ടിയല്ലോ, പിന്നെ ഡി ആർ എന്തിനാ? ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. പിന്നെ റിസൾട്ടിന്റെ കൂടെ ഡി എക്സ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ജി എം ബൈ ആർ. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കാന്ന് പറയുമ്പോ ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്ക് ലിമിറ്റ് കൊടുക്കുക. ഇത്രയും കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? ഇത്രയും കിട്ടും. ഇത്രയും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറിന്റെ പ്ലേസിൽ ആറിന്റെ ടേമിനല്ലേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. ആറിന്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക, ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അത് ലിമിറ്റ് കാണാതെ ഫൈനൽ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തെറ്റിട്ട് വെക്കും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് നമ്മൾ ആറിന്റെ പ്ലേസിൽ, ആറാണ് നമുക്ക് ആറിന്റെ ടേമിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. സോ എന്ത് ചെയ്യുക? ആറിന് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്തോ ഒരു ടേം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. എക്സിന്റെ ടേമിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. എക്സിന്റെ ടേമിനെ നമുക്ക് ചെയ്തപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടി. ലിമിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് ഇങ്ങനെ വേണം ഇടാൻ. ഈ ഒരു ബ്രാക്കറ്റിൽ വേണം ലിമിറ്റ് കൊടുക്കാനായിട്ട്. ഈ സൈൻ അങ്ങ് മാറ്റിക്കോളാം ഇന്റഗ്രൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ, ആദ്യം എന്ത് ചെയ്യുക? എക്സിന്റെ പ്ലേസിൽ നമ്മൾ ആദ്യം ആരെ കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്താ ഇവിടെ? 2. അപ്പൊ ജി എം ബൈ 2 മൈനസ് പിന്നെ എന്ത് ചെയ്യുക? ജി എം ബൈ ലോവർ ലിമിറ്റ് എന്താ? 3. അപ്പൊ ഇങ്ങനെ വരും. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇതൊരു എക്സാമ്പിൾ ആണ്. ഏത് അപ്പർ ലിമിറ്റ് മൈനസ്, അതായത് എനിക്ക് തന്ന രീതിയിൽ ഞാൻ എഴുതി. അപ്പർ ലിമിറ്റ്, ഹയർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് അല്ല. നമ്മൾ എന്താണോ കൊടുത്തേക്കുന്നത് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇൻഫിനിറ്റിയും ആറോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നത്? ആറിലേക്ക് കൊണ്ടുവന്നത്. ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് ഏതാണോ അതാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഡിഫറൻസ് നോക്കണ്ട. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇങ്ങനെ വരുന്നൊന്നുമില്ല. സീറോ ഇട്ട് എടുക്കും, അപ്പോഴും ആൻസർ അത് തന്നെ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ, ആദ്യം ആറിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ആറ് തന്നെ കൊടുക്കുക. അപ്പർ ലിമിറ്റ് 6 തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ എന്ത് കൊടുത്തു? 1/6 എന്ന് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് എന്താ തന്നിരിക്കുന്നത്? ഇൻഫിനിറ്റി. അപ്പൊ ആറിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ 1/ഇൻഫിനിറ്റി എന്തായി പോയി? 0 ആയി പോയി. ബാക്കി എന്ത് തന്നെ കിട്ടും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ. അത് തന്നെ നിനക്ക് കിട്ടിയത്. പക്ഷെ ഈ സ്റ്റെപ്സ് എഴുതിയിട്ടില്ല. സ്റ്റെപ്സ് കാണിക്കുക. ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ് മൈനസ് ജി എം ബൈ ആർ. ഇത് മറന്നു പോരുത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി ത്രൂ ഔട്ട് ഈ ചാപ്റ്റർ പോകുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വരും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇത് വേണം. ഇവിടെ വരെ വേഗം എഴുതിക്കോ. വേഗം എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് വേഗം നോക്കിയിട്ട് ഒന്ന് അപ്പുറത്തെ പേജിൽ എഴുതി കാണിച്ച പെട്ടെന്ന് കാണിക്കുന്നത്. എന്തായാലും 3 മാർക്കിന് വരുന്നത്. വേഗം കാണിക്കും. മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതും. സാം ഒന്ന് നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് എഴുതി നോക്കണേ ഒന്ന്, അല്ലെ ഉറക്കം വരും. പെട്ടെന്ന് എഴുതിയാൽ ഉറക്കം പോകും. ആ ഇക്വേഷൻ അതുകൊണ്ട് ഓർത്ത് വെച്ച് പഠിച്ചോളണം കേട്ടോ. അത് തെറ്റിക്കരുതേ. അല്ലാതെ വി ജി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇനി ഇക്വേഷൻ മറന്നുപോയാൽ എന്ത് ചെയ്യും? വൺ ബൈ ഇൻഫിനിറ്റി അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ? 1/∞ 0 ആണ്.
1/∞ അല്ലേ, അതിൽ സീറോയിലല്ലേ ഒരു ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോ അങ്ങനെ പോകത്തില്ലേ? ഓഫ് ചെയ്യാൻ. ആ സ്വിച്ച് ഓഫ് ചെയ്തു എക്സാമ്പിൾ. അല്ല, ഓഫായിട്ട് മതി, ഓഫായിട്ട് മതി. ചോദിച്ചോ? വേഗം എഴുതി, വേഗം എഴുതു. എവിടെയെങ്കിലും എഴുതി പെട്ടെന്ന് കാണിച്ചാൽ ഒരു 5 മിനിറ്റ് കേട്ടോ. വേഗം എഴുതണേ, വേഗം എഴുതിക്ക്. കഴിഞ്ഞ എഴുതി, നീയും കഴിഞ്ഞ. ഇവിടെ എഴുതട്ടെ. എന്താടാ? ടൈമായിട്ടില്ല, ടൈമായിട്ടില്ല. ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി കൺട്രോളിനാണ്. അല്ലെങ്കിൽ ഇപ്പൊ എടുത്താ നിന്നെ കൊട്ടും പിടിച്ച് ക്ലാസ്സിൽ നിന്ന് എടുത്താ. വിമലിന് മനസ്സിലാവും പെട്ടെന്ന്. ഓ, എന്താണ് വിമല ഇപ്പൊ നടക്കണത്? എഫക്റ്റ് ആണ്. നേരത്തെ ഇവരായിരുന്നു. എന്നോട് ചോദിച്ചില്ലെങ്കിലും മിസ്സിനോട് ഞാൻ പറഞ്ഞേക്കാം പ്രത്യേകം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ശരിയാ ശരിയാ. ഗ്രാവിറ്റേഷണൽ അല്ലെങ്കിൽ ഞാൻ വരുമല്ലോ അങ്ങോട്ട്, അമ്മ പൊക്കിയില്ലെങ്കിൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ജനറലി വാട്ട് ഇസ് എനർജി? ആ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പൊ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇജി. ഇജി ഇസ് ഈക്വൽ ടു വി ജി ഇൻറ്റു എം കൊടുത്താൽ മതി. വി ജി എന്ന് പറയുന്നത് എന്താ ഇപ്പൊ പഠിച്ചത്? മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു എം. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വന്നത്? ജി എം എം ബൈ ആർ സ്ക്വയർ. ഒരു വ്യത്യാസം ഇല്ല, നേരത്തെ പഠിച്ചതിന്റെ കൂടെ ഒരു സ്മോൾ ലെറ്റർ എം കൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇ ജി ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ. വേഗം ഒന്ന് ബോക്സ് ചെയ്തിട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതെ, ഫോഴ്സിന്റെ തന്നെ ഇക്വേഷൻ ആയിട്ട് തന്നെ ഗ്രാവിറ്റേഷൻ, പക്ഷെ മൈനസ് ഇല്ല. ആ മൈനസ് എന്താ ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ ഇവിടെ പറയുന്നത്. അത് അട്രാക്റ്റിംഗ് ആണ്. അതായത് എർത്തിലേക്ക് എന്ത് ചെയ്തോണ്ടിരിക്കും? അട്രാക്ട് ചെയ്തോണ്ടിരിക്കും. ആ ഒരു അട്രാക്ടിങ് നേച്ചർ അല്ലെങ്കിൽ അട്രാക്റ്റീവ് നേച്ചറിനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജി എം എം ബൈ ആർ സ്ക്വയർ.
ഇനി അടുത്തത് ഇപ്പൊ നമ്മളിപ്പോ അല്ലല്ല ഞാൻ ഇതിന്റെ തന്നെ കേസാ പറഞ്ഞു പോണത്. അജയ് പറയട്ടെ, ആരോണിനെ വിളിച്ചപ്പോഴും ബോറടിപ്പിക്കണം. അടുത്തത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ആ പോയിന്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്ത ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന യൂണിറ്റ് മാസുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു വർക്ക് ഡൺ കൊടുത്തത്. വർക്ക് ഡൺ കൊടുത്ത് നമ്മൾ പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ആ പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഒന്നുകൂടെ വരച്ചേക്കാം. ജി, റേഡിയസ് ആറ്, ക്യാപിറ്റൽ എം മാസ്, ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എ. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരുന്നു എടുത്തത്, എച്ച്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്തത് 6. അതാണ് നമ്മൾ ആർ സ്ക്വയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആർ സ്ക്വയർ അല്ലല്ല 6, GMM/r. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഇതിലേക്ക് കൊണ്ടുവരുവാണ് നമ്മൾ ചെയ്തത്. ഇനി ഇഫ് ദ പോയിന്റ്, ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എർത്തിന്റെ സർഫസിലാണെന്ന് വിചാരിക്കുക. മാറിപ്പോരുന്ന ടഫോൾസിന്റെ ഇക്വേഷൻ അല്ല ഞാൻ എഴുതിയപ്പോൾ ആർ സ്ക്വയർ ആയതാണ്. അപ്പൊ നോക്കുക, ഈ പോയിന്റ് എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിലാണെന്ന് വിചാരിക്കുക. ഇവിടെ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക. എർത്തിന്റെ സർഫസിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും ചേഞ്ച് വരിക? എർത്തിന്റെ സർഫസിൽ മൈനസ് പോകത്തൊന്നുമില്ല, അതല്ല. എർത്തിന്റെ സർഫസിലാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും ചേഞ്ച് വരിക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇ ജി ഇസ് ഈക്വൽ ടു മൈനസ് GMM/r. സർഫസിലാണെങ്കിൽ ഈ ആറിന്റെ എക്സ്പാൻഷൻ എന്താ? ഇ ജി ഇസ് ഈക്വൽ ടു മൈനസ് GMM/ അതെ, മൈനസ് GMM/r പ്ലസ് എച്ച് അല്ലെ? ആർ പ്ലസ് എച്ച്, ആർ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എച്ച് അല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇനി സർഫസിൽ എന്ന് പറയുമ്പോൾ എച്ചിന്റെ വാല്യൂ എന്താ? എച്ചിന് വാല്യൂ ഉണ്ടാ? സർഫസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് എന്ന് പറയുമ്പോൾ എന്താ? 0. എച്ച് ഇല്ല. അപ്പൊ ഡയറക്റ്റ് എന്തെടുത്താൽ മതി? സർഫസിലാണെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ തന്നെ ആർ എടുത്താൽ മതി. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു 0. അങ്ങനെ കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇ ജി ഇസ് ഈക്വൽ ടു മൈനസ് GMM/R. എർത്തിന്റെ സർഫസിലാണ് ക്യാപിറ്റൽ ആർ. അതായത് ഇത്ര ആലോചിച്ചാൽ മതി. ഈ പോയിന്റിൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആറ് എർത്തിന്റെ റേഡിയസ് പ്ലസ് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച്, ടോട്ടൽ ആർ പ്ലസ് എച്ച് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ. ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, നമ്മൾ കൺസിഡർ ചെയ്ത ആ പോയിന്റ് എർത്തിന്റെ സർഫസിലാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാവും? ഇ ജി ഇസ് ഈക്വൽ ടു മൈനസ് GMM/r. വേഗം എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എനർജി എന്ന് കൊടുത്താൽ മതി. വർക്ക് ഡൺ എന്താണെന്ന് നമ്മൾ പഠിച്ച്, പൊട്ടൻഷ്യൽ ആണ് വർക്ക് ഡൺ ആയിട്ട് കൺസിഡർ ചെയ്ത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അത്രയും തന്നെ മതി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചിട്ടുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രം അതിലേക്ക് കയറിയാൽ മതി. ഇത്ര എഴുതണേ ഇവിടെ വരെ. ഇവിടെ ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, ഇഫ് ദ പോയിന്റ് ഇവിടെ എഴുതണേ, ഇത് കഴിഞ്ഞിട്ട് എഴുതണം കേട്ടോ, ഇക്വേഷൻ കഴിഞ്ഞിട്ട് എഴുതണേ. ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, കഴിഞ്ഞ അങ്ങനെ എഴുതിക്കോട്ടെ. എഴുതി കഴിയുമ്പോ നോക്കോ. അക്സ കഴിയട്ടെ, ടൈമുണ്ട്. ഏതാണ്? ആർ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ ഫോഴ്സ് ബൈ അല്ലേ എടുത്തേക്കണത്. അപ്പൊ ആർ സ്ക്വയർ വരും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, നമ്മൾ ഇതെന്താ വി ജി നമുക്ക് കിട്ടിയത് എന്താ? വി ജി നിനക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? മൈനസ് GMM/r അല്ലേ കിട്ടിയത്? അതാണ് ഞാൻ എഴുതിയത്, മാറിപ്പോയതാണ്. ആർ സ്ക്വയർ വന്നത്. മറ്റേതില് നോർമലി എന്ത് വരും? ആർ സ്ക്വയർ വരും. ഫോഴ്സ് പെർ യൂണിറ്റ് മാസ് ആണ് എഴുതിയത്. അപ്പൊ ഫോഴ്സിന് നമ്മൾ ആർ സ്ക്വയറിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ I is equal to F/m. ഫോഴ്സ് എന്ന് പറയുന്നത് GMM/r²/m. അതാണ് നമ്മൾ എന്തിനോട് ഈക്വൽ ആയിട്ട് പറഞ്ഞത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്താ ആരോണേ? ജി എന്താ? ഇവിടുത്തെ ജി അല്ല, ഈ ജി എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിന്റെ ഇക്വേഷൻ എന്താ? മറന്നില്ല. കഴിഞ്ഞ ഇത്രയും കഴിഞ്ഞ. ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് കണ്ടുപിടിച്ച്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അതായത് എന്താടാ പറഞ്ഞ? തെറ്റിപ്പോയെന്ന് പറഞ്ഞാ? തെറ്റിപ്പോയെന്നാണോ പറയാൻ പോകുന്നത്? പിന്നെ നീ എന്താ പറയാൻ പോയ?
ഓക്കെ. ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് കണ്ടുപിടിച്ചേ. അത് നിങ്ങളൊന്ന് ചെയ്യും. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫിനിറ്റിയിൽ ഇരുന്ന് ഈ പോയിന്റിലേക്കാണ് കൊണ്ടുവന്നെങ്കിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇപ്പൊ പഠിച്ചത് -gm/r. ഓക്കെ. ഇനി പോയിന്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? -gm/r. ഓക്കെ. ഇനി ഇതിന്റെ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ mm വരും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വേം ചെയ്യും. എയിലായിരിക്കുമ്പോഴുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താ അജയ് പറഞ്ഞേ? എയിലായിരിക്കുമ്പോഴുള്ള ഗ്രാവിറ്റേഷണൽ, ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ -gmm/r. ഇനി ഇവിടെ ആയിരുന്നപ്പോഴുള്ള ഇക്വേഷൻ എന്താ? സർഫസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? ക്യാപിറ്റൽ ആർ. ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക. ചേഞ്ച് ചെയ്യാൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ -gmm/r + gmm/r. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? gmm കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? r + h. ജസ്റ്റ് ക്രോസ് ചെയ്യുക. r² + rh. r ക്യാൻസൽ ചെയ്ത് ഈ ടേം ഇവിടെ വരെ എത്തുക. ഇവിടെ വരെ ആദ്യം നോക്കിയിട്ട് പയ്യെ എഴുതിയാൽ മതി. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നപ്പോഴും നമുക്കൊരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അതുപോലെ ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ സർഫസിലാണ് പോയിന്റ് എങ്കിൽ നമുക്കൊരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? രണ്ടിന്റെ ഇപ്പൊ ഇത് 5 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക, ഇത് 10 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡിഫറൻസ് ചേഞ്ച് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 10 - 5 ചെയ്യത്തില്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ചേഞ്ച് ഇൻ കാണാൻ വേണ്ടി -gmm/r. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്ന പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ വരെ എത്താം. ഇനി ഈ ടേമിനെ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 6 വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാൻ പോകും. എന്തിനാ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് എത്തിക്കാനാണ്. gmm × h /r² പ്ലസ് ഇതട്ട ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6 വെച്ച് ഡിവൈഡ് ചെയ്ത് r² h/r. ഇവിടെ നിന്ന് ഞാൻ r² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. gmm × മനസ്സിലാവണില്ലെങ്കിൽ ചോദിക്കുക, എവിടെയാ പോയേക്കണേന്ന് ചോദിക്കുക. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നോളാം. എന്താ ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി, ഇവിടെ തൊട്ട് നോക്കാം, നോക്കിയിട്ട് എഴുതാവേ. അപ്പൊ ഇത്രയും മനസ്സിലായ എന്താ ചെയ്തേക്കുന്നതെന്ന്? ചേഞ്ച് ഇൻ എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നത് എഴുതി, മൈനസ്, പിന്നെ ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, ഇപ്പൊ നമ്മൾ എഴുതി വെച്ച കണ്ടീഷൻ അതും എഴുതി. അപ്പൊ മൈനസും എന്തായി? പ്ലസ് ആയി. ഇവിടെ gmm ഉണ്ട്, ഇവിടെയും gmm ഉണ്ട്. gmm ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ബാക്കിയുള്ളത് -1/r + 1/r. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതി. അപ്പൊ ആ മൈനസ് മാറ്റാൻ വേണ്ടി ജസ്റ്റ് തിരിച്ചെഴുതിയത് 1/r മൈനസ് ഈ ആറിന് എന്ത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഈ ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് ഈ r + h എന്ന് കൊടുത്തേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇനി ജസ്റ്റ് ക്രോസ് ചെയ്ത് എഴുതി r + h × 1 r + h മൈനസ് r × 1 r ഡിവൈഡഡ് ബൈ r × r + h r × r r²
പ്ലസ് ആർ ഇൻറ്റു എച്ച് ആർ എച്ച്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഈ ഡിനോമിനേറ്ററിൽ ഈ ആർ എച്ച് എന്ന് പറയുന്ന ഈ ടേമിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ചില സ്റ്റെപ്സ് നമ്മൾ ഓർത്തു വെക്കണം, അല്ലെ ഇവിടെ വെച്ച് നിന്നു പോകും, ഇവിടെ വരെ കിട്ടും, ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നു. അപ്പൊ ആർ വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്തായി, ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എച്ച് ബൈ ആർ എന്നായി. അപ്പൊ രണ്ട് ടേംസിലും എന്ത് വന്നു, ആർ സ്ക്വയർ വന്നു. ആ ആർ സ്ക്വയറിനെ എന്ത് ചെയ്ത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്, ബാക്കിയുള്ളത് എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എച്ച് ബൈ ആർ എന്ന് പറയുന്നത് എന്താ പറയാ, എച്ച് ബൈ ആർ എന്ന് പറഞ്ഞ ഒരു ചെറിയ വാല്യൂ ആണ് എച്ച് ബൈ ആർ. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പൊ എച്ച് ബൈ ആർ എന്ന് പറയുന്നത് എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ വാല്യൂ ആയിരിക്കത്തില്ലേ കിട്ടുന്നത്. സോ എന്ത് ചെയ്യാം, എച്ച് ബൈ ആറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും, ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ ബാക്കി എന്താ വരിക, ജി എം എം ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. മനസ്സിലായ? ജി എം, വിമലിന് മനസ്സിലാവണില്ല, ശ്രദ്ധിച്ചോ, പോവാനുള്ള ഉറക്കത്തിലായിരിക്കും. ജി എം എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ്, ജി എം എം ഇൻറ്റു ആർ, ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇത് കണ്ടിട്ട് എന്ത് തോന്നണേ, അത് നമ്മുടെ ആരോൺ കൺക്ലൂഷനൊക്കെ ആരോണിന് കൊടുക്കാം. ഈ ടേം ഞാൻ ആരോണിന് വേണ്ടി മാറ്റി വെച്ചേക്കണേ, ആലോചിച്ച് നോക്ക്. പറഞ്ഞു, ഇതെന്താ, ജി എം ഇൻറ്റു എച്ച്. ഇതെന്താ എഴുതിയേക്കുന്നത്, ജി എം ഇൻറ്റു എച്ച്, പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച്. മനസ്സിലായ? ഇക്വേഷൻ ഓർത്തൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഫൈനലി കിട്ടുന്ന ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, ജനറൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് കിട്ടുക, എം ജി എച്ച്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ആർ വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത്. വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതും. ഒരു കുഞ്ഞു ടോപ്പിക്, ഇല്ല ഒരു കുഞ്ഞു ടോപ്പിക്, ഇത് പഠിച്ചെടുത്ത കുഞ്ഞു ടോപ്പിക്, ഓർബിറ്റൽ വെലോസിറ്റി. ഇന്ന് കുറച്ചല്ലേ ആകെ പഠിപ്പിച്ചുള്ളൂ. ഇവിടെ എന്തോരം എടുത്ത് എത്ര പേജ് എഴുതി ആകെ നോക്കുവോ, ചെറിയ ടോപ്പിക്കാ ഇന്ന് പഠിപ്പിച്ചത്. ഇത്ര ആകെ എടുത്തിട്ടുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 4 പേജ് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ മിസ്സാണെങ്കിൽ എത്ര എടുക്കും? ഇവിടെ കഴിഞ്ഞാനിപ്പോ ബാക്കി നേരം എന്ത് ചെയ്യും? ഒരു ഓർബിറ്റൽ, അടുത്ത ഹെഡിങ് എഴുതി, ഓർബിറ്റൽ വെലോസിറ്റി. ഹെഡിങ് ആരോൺ പറഞ്ഞ എനിക്ക് ഒന്ന് നോക്കാം, എഴുതിക്കോ, ഓർബിറ്റൽ വെലോസിറ്റി. ബാക്കി ഞാൻ പറഞ്ഞോളൂ, നീ ഹെഡിങ് എഴുതിയാൽ മതി, നീ എഴുതണ്ടേ. ടൈം ആയിട്ടില്ല, എനിക്ക് 10 മിനിറ്റിൽ ഒരു ടോപ്പിക് തീർക്കാം. ഓർബിറ്റൽ വെലോസിറ്റി അല്ല, കേട്ടോണ്ടിരിക്കണം. പിന്നെ അക്സ എഴുതി കഴിഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. സാമ ഒരു ടോപ്പിക് കൂടെ എടുത്തോട്ടെ. വേണം എന്നല്ലേ? സാമിന് എക്സാം എന്നാ? നാളെ അല്ലേ എക്സാം? നാളെ ഉണ്ട്, ടൈം ഉണ്ട് അതിന്. ഒന്നൊരു ഹെഡിങ് കൊടുത്ത് ഓർബിറ്റൽ വെലോസിറ്റി. നീ ഡെറിവേഷൻ എഴുതി കാണിക്കോ? ഓക്കെ, ഈ ഡെറിവേഷൻ എഴുതി കാണിച്ചാൽ അടുത്ത ടോപ്പിക് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിപ്പോ പഠിച്ചു, ഇത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ ആ ടോപ്പിക് എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഹെഡിങ് കൊടുത്ത ഓർബിറ്റൽ വെലോസിറ്റി. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ എഴുതണമെങ്കിൽ എഴുതിക്കോ, എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ എഴുതി കാണിച്ചിട്ട് പോക്കോ, ലേറ്റ് ആയാലും പ്രശ്നമില്ല. ഓർബിറ്റൽ വെലോസിറ്റി വേഗം പറഞ്ഞു. ഓർബിറ്റൽ വെലോസിറ്റി, ആ വേർഡ് തന്നെ പറയാം, ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റ് എന്താ? ഓർബിറ്റ് എന്താ? ഓർബിറ്റ്, വാട്ട് ഇസ് ഓർബിറ്റ്? പറഞ്ഞോ, കറക്റ്റാ നീ പറഞ്ഞത്. ഒരു സർക്കുലർ പാത്ത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോ എന്താ? ആ ഓർബിറ്റിൽ മൂവ് ചെയ്യാൻ വേണ്ടി
അപ്പൊ ഇത് എർത്ത് ആണെങ്കിൽ എർത്തിന് ചുറ്റും ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന എന്തായിരിക്കും? വേറെ ആരൊക്കെ മൂവ് ചെയ്യും? സാറ്റലൈറ്റ്സ് മൂവ് ചെയ്യത്തില്ലേ? അപ്പൊ ആ സാറ്റലൈറ്റ്സിനുള്ള വെലോസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. ദ വെലോസിറ്റി വിത്ത് വിച്ച് സാറ്റലൈറ്റ്സ് മൂവ് അറൌണ്ട് ദ ക്ലോസ്ഡ് ഓർബിറ്റ്. അത്രേ ഉള്ളൂ, അത് എഴുതിക്കും. ഡെറിവേഷൻ ഉണ്ട്. ദ വെലോസിറ്റി വിത്ത് വിച്ച് orbital velocity is defined as the velocity with which a satellite moves in its closed orbit. Okay. മൂവ് ചെയ്യാന്ന് വിചാരിക്കും. ഓർബിറ്റൽ വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് വി നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്യുക. ഇനി നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? വേം പറഞ്ഞാൽ വേം പോവാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F is equal to, അതായത് ഒരെണ്ണം എർത്തും പിന്നെ എന്താ ഉള്ളത്? ഒരു സാറ്റലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നു. സാറ്റലൈറ്റിന്റെ മാസ് ഞാൻ സ്മോൾ ലെറ്റർ m ആയിട്ട് എടുത്ത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? F is equal to gmm/r². r+h ആയതുകൊണ്ട് r². F is equal to gmm/r². ഇനി അടുത്തത്, ഇത് സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോ ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിനെ എന്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കറക്റ്റ് എന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സ് F is equal to mv0² അപ്പൊ സർക്കുലർ പാത്തിലാണ്. അപ്പൊ ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന, ശ്രദ്ധിക്കുക, സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിലാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ത് വെലോസിറ്റി ആയിരിക്കും? ഓർബിറ്റൽ വെലോസിറ്റി ആയിരിക്കും. ഇത് രണ്ടും സോൾവ് ചെയ്തിട്ട് വേഗം കണ്ടുപിടിച്ചേ. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് V0ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. V0 ആണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ വേഗം കണ്ടുപിടിക്കുക. gmm/r² ഈക്വൽ ടു mv0/r². ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് കിട്ടും? വേഗം ചെയ്തു. യോ നിർത്തിക്കോ, അടുത്ത ക്ലാസ്സിൽ എഴുതാം. വേണ്ട, അത് കൺക്ലൂഡ് ചെയ്യണ്ട. എനിക്കത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എനിക്ക് ഓർബിറ്റൽ പറയാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചല്ല.